ഒരു ചുരിദാർ ഇല്ലെങ്കിൽ ടോപ്പ്, ഇനി അതും അല്ലെങ്കിൽ കുർത്തി, എന്ത് തന്നെയായാലും നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു പെർഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് വിട്ടു പോകുന്നതായിരിക്കും നല്ലതല്ലേ. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും പുറത്ത് ചെയ്യുന്നവരാണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ ചെയ്താൽ മാത്രമേ നമ്മൾക്കിത് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് ചുരിദാറിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ട്രിക്സ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് വീഡിയോയിൽ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചിട്ടേ ബാക്കി കാര്യമുള്ളെന്ന്. ഞാനിവിടെ ഒരു പ്ലെയിൻ ഫാബ്രിക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഒരു അത്യാവശ്യം തയ്യലൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ വേറെ അധികം ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഒരു ചോക്കും ഉണ്ടാവും, ഒരു ടേപ്പും ഉണ്ടാവും. ഞാൻ ഈ 2 ഐറ്റംസ് വെച്ചിട്ട് ഫുള്ളായിട്ടുള്ള അളവുകൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 6.5 ഇഞ്ച് എടുത്തു, താഴത്തേക്ക് ഈ ഒരു അളവ് 6.5 എടുത്തു, നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചു, ചെസ്റ്റ് മാർക്ക് ചെയ്തു, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മളിവിടെ വേസ്റ്റ്, പിന്നെന്താ ഹിപ്പ് മാർക്ക് ചെയ്തു. ഇതിൻ്റെ വണ്ണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. പിന്നെ ഇവിടത്തെ വണ്ണം ആഡ് ചെയ്തു, ഇത് ആഡ് ചെയ്തു. എന്നിട്ട് നേരെ ഇതിങ്ങനെ വരച്ചു, പിന്നെ ഇതിങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു 3 ഇഞ്ച് കൊടുത്തു, അത് നേരെ ഇവിടേക്ക് വരച്ചു. പിന്നെതാ ഇതിങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടെ ഇങ്ങനെ വരച്ചു. ആഹാ, എന്ത് സുഖമുള്ള കാര്യമാണല്ലേ. പക്ഷേ ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ചെറിയൊരു സമയം കൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്കും ഇനി മുതൽ ഇതേ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഐറ്റം ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. സിംഗിൾ ആയിട്ടാണ് ഞാൻ ഓരോന്ന് മേടിച്ച് കൂട്ടിയിട്ടുള്ളത്. അത് ഞാൻ വീട്ടിൽ കാണിക്കാം കേട്ടോ. പക്ഷേ ഇതൊരു കോംബോ ഓഫറിൽ കിട്ടിയപ്പോൾ ഞാനങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്നും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വലിയ ഒരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഫുള്ള് പൊട്ടിക്കാം. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ തയ്യൽ അറിയാത്ത ഏതൊരാൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കട്ട് ചെയ്ത്, ഞാനിപ്പോൾ കട്ട് ചെയ്തില്ലേ അതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾക്കിതിൽ ഓരോ ടൂൾസ് നോക്കാം. ഇതിൻ്റെ ഉപയോഗവും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി പാക്കിംഗ് ആണ്, ഒരു രക്ഷയും ഇല്ല കേട്ടോ. നമുക്കിത് കത്രികയ്ക്ക് പൊട്ടിക്കുന്നതാണ് നല്ലത്. ഇതെന്നെ മുറിച്ച പോയ കത്രികയാണ്, അതുകൊണ്ട് എനിക്കിത് ധൈര്യമായിട്ട് എടുക്കാം. ഓരോന്നോരോന്ന് എടുത്ത് ഇവിടെ വെക്കട്ടെ. ഇഷ്ടംപോലെ സ്കെയിലുണ്ട് കേട്ടോ. ഈ സ്കെയിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതിൽ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് സിംഗിളായിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറേ ഐറ്റംസും ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ഇത് മേടിച്ചതാണ്. ഈ എൽ ഷേപ്പൊക്കെ എൻ്റെ കയ്യിൽ, അയ്യോ TV എൻ്റെ കയ്യിൽ ഇല്ല. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓരോന്നിനും പൊട്ടിക്കട്ടെ. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം. കട്ടിലേക്ക് ചെയ്യാം, വെറുതെ സമയം കളയണ്ടല്ലോ. ആഹാ, ടേപ്പ് ഞാൻ എവിടെ കണ്ടാലും മേടിക്കും. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ കയ്യിൽ 5-6 ഉണ്ട്, എന്നാലും ഞാൻ മേടിക്കും. പല കളർ. ഈ കളർ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു വെക്കട്ടെ, കാര്യം നിങ്ങൾക്കല്ലെങ്കിൽ ബോറടിക്കും. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായത് കേട്ടോ. ഈ ഒരു സ്കെയിലിൻ്റെയൊക്കെ ഉപകാരം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ കുറച്ചധികം ദിവസങ്ങളായിട്ട് മേടിക്കണം എന്ന് കരുതിയ സ്കെയിലാണ് കേട്ടോ. എനിക്ക് ഈ പാറ്റേണിൻ്റെ വർക്ക് ഉള്ളത് കൊണ്ട് മുകളിൽ ഷോൾഡറൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്കെയിൽ ഞാൻ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐറ്റത്തിൽ എത്തിയത് കേട്ടോ. ഇപ്പോൾ ഇതേ ഫ്രഞ്ച് കർവൊക്കെ ആണെങ്കിലും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് യെല്ലോ ഷെയ്ഡിൻ്റെയാണ്. അതിലും കുറച്ചുകൂടി ബെറ്റർ ഇതാണ്. പിന്നെ ഇതാ ചെറുതുണ്ട്. എല്ലാ ഐറ്റംസും ഇതുപോലെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഒരു ടേപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു, പക്ഷേ എനിക്ക് കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെയാണ് ഇഷ്ടം. പോട്ടെ, ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് കൊണ്ട് എങ്ങനെ ഒരു ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം.
തയ്യൽ അറിയാവുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് കിട്ടും, പക്ഷെ ഇത് അറിയാത്ത ഒരാൾക്ക് കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് ഈ ഒരു ടൂൾസ് ഒക്കെ മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യത്തെ ആ ഒരു ബെനിഫിറ്റ് ഞാൻ കാണിച്ചിട്ടാം കേട്ടോ. ഞാൻ ദേ ഒരു തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്, നേരെ ചെയ്യാൻ പോവാണ്ടോ. ഞാൻ കുറച്ച് ദിവസം യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ തയ്യലോടൊക്കെ ഇഷ്ടം വന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദേ മുകൾ ഭാഗം, അയ്യോ ഇവിടെ കറക്റ്റ് ലെവലല്ലല്ലോ, ഒന്ന് ലെവൽ ചെയ്തേക്കാം എന്നോർത്ത് നമ്മൾ കൈക്കൊക്കെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു യൂസ് കാണിച്ചു തരാം. ഈ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കാം, നമ്മുടെ തുണിയിൽ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു മാർക്കിങ്ങിൻ്റെ മീതെ വെച്ചു. മാർക്കിങ്ങൊക്കെ അങ്ങനെ മുകളിലേക്ക് പോയിക്കുക, കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടത്തില്ല. പിന്നെ അത്ര മാത്രമല്ല, ഇത്ര ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ സ്കെയിൽ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി വെക്കണം. ഈ ലൈൻ കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് ചോക്ക് എടുക്കുക. ഈ തുണിയിലെ വ്യത്യാസവും ഇവിടുത്തെ വ്യത്യാസവും രണ്ടും രണ്ടാണ്. കണ്ടോ, ഇവിടെ വളരെ കുറവും ഇവിടെ നല്ല വിട്ട് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലത്തെ നല്ല സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് കിട്ടണമെങ്കിൽ ഈ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസ് കാണിച്ചു തന്നു. ഇനി അടുത്ത അളവ്, നമുക്ക് ഷോൾഡറിൻ്റെ അളവൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ ഒരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴത്തേക്ക് ആം ഹോള് മാർക്ക് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ടേപ്പ് വെക്കണമെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ടൂൾ എടുക്കാം. ചെറിയ ടൂൾ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് നല്ല സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ച് എടുക്കാം. ടേപ്പ് വെച്ച് വരക്കുമ്പോഴേ നിങ്ങൾ ഈ വെക്കുമ്പോഴൊക്കെ ചുളുങ്ങിയൊക്കെ പോകും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കേണ്ട. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു 15 വർഷം 16 വർഷത്തിന് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ പ്രാക്ടീസ് അല്ലേ, എനിക്ക് പറ്റും. ഈ 2 ദിവസം 3 ദിവസം മുന്നേ യൂട്യൂബൊക്കെ കണ്ട് ഇതിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, നമ്മൾക്ക് ഇത്രയും വർഷം കൊണ്ട് കിട്ടിയത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂൾസൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത്, നമ്മൾക്കിതിൽ ഏത് സ്കെയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത് പറ്റില്ല കേട്ടോ, ഇത് കർവാണ്, ഇതിങ്ങനെ കുറച്ച് വളവുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും എടുക്കേണ്ട, ഈ സ്ട്രെയിറ്റും ഇതും എടുക്കാം. കാരണം ഇവിടെയും നല്ല സ്ട്രെയിറ്റ് ഉണ്ട്, ഈ 2 ഭാഗത്തും സ്ട്രെയിറ്റ് ഉണ്ട്. ഇത് രണ്ടും കർവാണ്. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിപ്പ് കർവാണിത്. അപ്പോൾ 2 ഭാഗത്തും കർവ് ഉണ്ടാവും. ഇതുകൊണ്ട് നമ്മൾക്കൊരിക്കലും ഇത് ലെഗ് കർവാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറ്റില്ല. ഈ 2 സ്കെയിലിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് നമ്മൾക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ ലൈനായി. എന്നിട്ട് നേരെ നമ്മൾ ചെസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ് കേട്ടോ, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനപ്പോൾ ഇതിനെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്തു. ഇനി അടുത്ത ടാസ്ക്, ഈ ഒരു ഐറ്റം വരക്കാനാണ് എൻ്റെ പൊന്നോ എല്ലാവരും കിടന്ന് പെടാപ്പാടും ചെയ്യുന്നേ. എന്തിനാ കഷ്ടപ്പെടുന്നേ? ഇത് ഈ ഐറ്റം എടുക്കുക. ഈ ഐറ്റം എടുത്തിട്ട് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് അളവിൽ വെക്കാം. ഈ അളവല്ല, നമുക്ക് ഈ അളവാണ് വേണ്ടത്. നമ്മുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൽ ഈ ഒരു ഐറ്റം ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ല, കറക്റ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുത്തിച്ചിട്ട് ചോക്കെടുക്കുക. ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് വരച്ചിട്ട് അറിയുന്നില്ല, വേറെ ഏത് കളറാണെങ്കിലും അറിഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നേരെ ഇതിങ്ങനെ വരക്കാം. ആഹാ, എന്ത് സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ആം ഹോള് കിട്ടി. കൈക്ക് വരക്കുമ്പോൾ ചിലപ്പോൾ തെറ്റി ആ ഒരു ഷേപ്പിൽ നമ്മൾക്ക് കിട്ടില്ല. ഇതുപോലെ നമ്മളിങ്ങനെ അങ്ങ് വരച്ചു പോകും, പക്ഷേ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് എടുത്താൽ മതി. ഇനി അടുത്ത് നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് ചെയ്യാം. ഷേപ്പ് ലെങ്ത്ത് കൊടുത്തു, പിന്നെ ഹിപ്പ് ലെങ്ത്ത് കൊടുത്തു. അത് ഈ 2 സ്കെയിലും വെച്ചിട്ട് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെയും 2 അളവ് കിട്ടുമല്ലോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് മാർക്ക് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഈ ഒരു സ്കെയിൽ എടുക്കാം. ഈ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇനി അടിയിലേക്ക് വരുമ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരക്കാം. ഇനി ഇവിടുത്തെ ആ ഒരു മാർക്കിങ് ഞാൻ ആദ്യമേ കാണിച്ചു തന്നില്ലേ, നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവാം. പക്ഷെ അതെനിക്കല്ലേ പറ്റത്തുള്ളൂ, കുറച്ച് പ്രാക്ടീസ് വേണമല്ലോ. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ഒരു സ്കെയില് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കർവ് എടുക്കാം. ലെഗ് അല്ല, ഹിപ്പ് കർവ് എടുക്കാം. ഇത് വെച്ചിട്ട് കണ്ടോട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നേ. പണി കഴിഞ്ഞു. ഈസി ആയിട്ട് നമ്മൾക്ക് ഇടക്കിടക്ക് ഒരു മ്യൂസിക് ഒക്കെ ഇടും. അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ.
അപ്പം ഇതുപോലെ ഇതും കഴിഞ്ഞു. ഇനി നെക്കും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നെക്കിന് വിഡ്ത്തും കൊടുത്തു, ലെങ്ത്തും കൊടുത്തു, ബോക്സ് വരച്ചു. ബോക്സ് വരച്ചിട്ട് അധികം നെക്ക് നമ്മൾക്ക് വൈഡ് ആക്കേണ്ട എന്നാണെങ്കിൽ നമ്മുടെ ഈ അയ്യോ കാണാനില്ലല്ലോ, ഇത് കാണാനും പറ്റുന്നില്ല ഈ ഒരു കളറായതുകൊണ്ട്. അധികം വൈഡ് വേണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കണം. നല്ല വൈഡ് വേണമെങ്കിൽ, അതായത് ചിലവർക്ക് നല്ല കുഴിച്ച് വേണ്ടി വരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. അടിപൊളി. അപ്പോൾ വേഗം നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കാം. ഞാൻ അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഉപയോഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇല്ലാത്തതൊക്കെ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താം. അധികം കുറച്ച് സമയമല്ലേ ഉള്ളൂ നമുക്ക് വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് മേടിക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് നിങ്ങൾക്കും വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുക്കുകയോ സ്വന്തമായിട്ട് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഇതിനെല്ലാത്തിലും ഉപരി ഒരു അടിപൊളി കത്രിക വേണമെന്നാണ്. ഇതിപ്പോൾ എൻ്റെ കത്രിക ഒന്ന് താഴ്ത്ത് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതേ ഉള്ളൂ, മൂർച്ച പോയി. പുതിയത് മേടിച്ചിട്ടുണ്ട്, കാണിച്ചിട്ട്. ഇതാണ് നമ്മളുടെ പുതിയ കത്രിക. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ കത്രിക ഈ ലോകത്ത് വേറെ ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. 10 ഇഞ്ചിൻ്റെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എന്താണെന്നറിയോ, പൊന്നുപോലെ ഞാൻ എൻ്റെ തയ്യൽ മെഷീൻ്റെ അടുത്ത് കൊണ്ടേ വെച്ചിരിക്കുക. എന്നാലേ എനിക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ നല്ലതുപോലെ നമ്മൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക വേണമെന്നേ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയിപ്പോൾ വേറെ എവിടെ വെച്ചാൽ പുറത്തുനിന്നാണെങ്കിലും കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പോൾ ശരി, താങ്ക് യു.